ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12 വ്യാഴം 2 മലയാള സിനിമകളാണ് ഓണം റിലീസായി ഇന്ന് തിയേറ്ററിലെത്തിയത്. ടോവിനോ തോമസ് നായകനായി ജിതിൻ സംവിധാനം ചെയ്ത് 2D 3D ഫോർമാറ്റിൽ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ARM എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ലോകമെമ്പാടുമായി വമ്പൻ സ്ക്രീൻ കൗണ്ടോടെ തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് എല്ലായിടത്തു നിന്നും ഹെവി പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. സുജിത് നമ്പ്യാർ തിരക്കഥെഴുതിയ ഒരു മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമ ചിയോത്തിക്കാവിലെ 3 തലമുറകളുടെ കഥയാണ് അജയന്റെ രണ്ടാം മോഷണം. ചിയോത്തിക്കാവിലെ നിഗൂഢതകളും ആ നാട്ടിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ വീരൻ കുഞ്ഞിക്കേളു, കള്ളൻ മണിയന്റെ കൊച്ചുമകൻ അജയനുമായി ടോവിനോ തോമസ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിലെ ചരിത്രം പറഞ്ഞ് 90 കാലഘട്ടം വരെ എത്തി നിൽക്കുന്നതാണ് കഥ. ഇനി ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ പ്രീസെയിൽ കളക്ഷനിലൂടെ ഏകദേശം 90-1 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്തോടെ നിലവിൽ വമ്പൻ ബുക്കിംഗ് ആണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി 2.5 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമ കിഷ്കിന്ധകാണ്ഡമാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ മത്സരിച്ചഭിനയിച്ച ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തിരക്കഥാകൃത്തായ ബാഹുൽ രമേഷിന്റെ ശക്തമായ എഴുത്ത് തന്നെയാണ്. ഒപ്പം ആസിഫ് അലി, വിജയരാഘവൻ എന്നിവരുടെ മത്സരാഭിനയവും. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത് തിരക്കഥാകൃത്ത് കൂടിയായ ബാഹുൽ രമേഷ് തന്നെയാണ്. ആദ്യം മുതൽ അവസാനം വരെ ദുരൂഹതയെ ഒളിപ്പിച്ച് വൈകാരികമായി മനസ്സിനെ സ്പർശിക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമ തന്നെയാണ് കിഷ്കിന്ധകാണ്ഡം. പ്രേക്ഷകരെ ആദ്യം മുതൽ അവസാനം വരെ ദുരൂഹതയിലേക്കും നിഗൂഢതകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ത്രില്ലർ സ്വഭാവം നിലനിർത്തുന്നതിൽ സിനിമ വൻ വിജയമാണ് നേടിയെടുത്തിട്ടുള്ളത്. കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമയ്ക്ക് ശേഷം ദിൻജിത്ത് അയ്യത്താൻ ഒരുക്കുന്ന രണ്ടാമത്തെ സിനിമയും ബോക്സ് ഓഫീസിൽ മികച്ച തരംഗമായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സിനിമയും മികച്ച അഭിപ്രായം നേടിയെടുത്തോടെ ചിത്രത്തിന്റെ ബുക്കിംഗിൽ വർധനവ് നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇനി നാളെ മുതൽ കളക്ഷൻ കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 50 ലക്ഷത്തിൽ താഴെ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുമില്ല. ഓണം പ്രമാണിച്ച് കൂടുതൽ മലയാള സിനിമകൾ നാളെ തിയേറ്ററിലെത്തുകയാണ്. ARM, കിഷ്കിന്ധകാണ്ഡം എന്നീ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഈ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളും നാളെ ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന പുതിയ മലയാള സിനിമകളെ കുറിച്ചുമുള്ള റിപ്പോർട്ടുമായി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.